കോൺഗ്രസിന്റെ മണ്ടത്തരങ്ങളും പാളിച്ചകളും തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ള കുഴി വെട്ടുന്നത്. ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വന്തം കുഴി തോണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് നീങ്ങുന്നത്. പത്മജ BJP-യിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പത്മജ തന്നെ ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. താൻ എന്തുകൊണ്ടാണ് BJP പോലുള്ള ഒരു പാർട്ടി തെരഞ്ഞെടുത്തത് എന്നുള്ളതിന്. അവർ അതിൽ പ്രധാനമായും ഉയർത്തിപ്പിടിക്കുന്നത് തനിക്ക് വേണ്ടത്ര പരിഗണന യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്ന് ലഭിച്ചില്ല, പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നെല്ലാം തന്നെ അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ അവഗണന നേരിടുന്ന ആദ്യത്തെ വ്യക്തി മാത്രമല്ല പത്മജ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു നേതൃത്വമില്ലായ്മ അത് പല തരത്തിൽ പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതേ സാഹചര്യത്തിലാണ് പത്മജ എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയം കൂടി, അല്ലെങ്കിൽ വലിയൊരു ആയുധം കൂടി കോൺഗ്രസ് എതിർ പാർട്ടിക്ക് നൽകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPM-നെതിരെ തിരിച്ചടിക്കാനായിട്ട് വലിയൊരു ആയുധം കയ്യിലുണ്ടായിരുന്നു. അത് സ്വാഭാവികമായും സാമ്പത്തിക ഭദ്രതയില്ലായ്മയും പെൻഷൻ നൽകാത്തതും അത്തരത്തിലുള്ള കേരള സർക്കാരിന്റെ ദൂർത്തും തുടങ്ങി നിരവധി കാരണങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന് എതിരെ പ്രയോഗിക്കാനുണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ട രീതിയിൽ കോൺഗ്രസിന് മുതലെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ കൃത്യമായ രീതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അടിക്കാനുള്ള ആയുധം, അല്ലെങ്കിൽ കോൺഗ്രസിന് എതിരെ പ്രയോഗിക്കാനുള്ള ആയുധം കോൺഗ്രസ് തന്നെ ഇപ്പോൾ എതിർ പാർട്ടികളുടെ കയ്യിൽ വെച്ച് നൽകിയിരിക്കുകയാണ് എന്ന് വേണം പറയാനായിട്ട്. ഇത്തരമൊരു നിരീക്ഷണത്തിന് ബലം നൽകുന്നത് പത്മജയുടെ മാത്രം BJP-യിലേക്കുള്ള പ്രവേശനമല്ല. കാരണം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പത്മജ എന്നൊരൊറ്റ വ്യക്തി മാത്രമല്ല കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് ചേക്കേറിയിട്ടുള്ളത്. ഒരർത്ഥത്തിൽ ദേശീയ തലത്തിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ 2013 എന്ന വർഷത്തിൽ 80ഓളം കോൺഗ്രസ് നേതാക്കളാണ് BJP എന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൂടുമടയതായി കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ കോൺഗ്രസിന്റെ ബലക്ഷയം തന്നെയാണ് കാണിച്ചു തരുന്നത്, നേതൃത്വ പാഠത്തിലുള്ള പിടിപ്പുകേട് തന്നെയാണ് കാണിച്ചു തരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇന്നലെ EP ജയരാജൻ പോലും വിമർശിക്കുകയുണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ കോൺഗ്രസ് MP അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെ കണ്ടുകൊണ്ട് വോട്ട് ചെയ്യുന്നവരെല്ലാം തന്നെ മണ്ടന്മാരായി പോവുകയാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, പക്ഷെ ലാഭം കൊയ്യുന്നത് BJP-യാണ്. നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നേതാവാണ് പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയുന്ന സാഹചര്യത്തിൽ പാർട്ടി മാറി BJP-യിലേക്ക് പോകുന്നത്. അപ്പോൾ BJP-ക്കാണോ നമ്മൾ യഥാർത്ഥത്തിൽ വോട്ട് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായും ഇന്നലെ EP ജയരാജൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിന് പോലും കൃത്യമായ മറുപടി അക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഇതേ വിഷയം തന്നെ മുഖ്യമന്ത്രി കൂടി പ്രതിപാദിക്കുകയുണ്ടായിരുന്നു. കൃത്യമായ ഒരു ആയുധം തങ്ങൾക്ക് കയ്യിൽ കോൺഗ്രസ് തന്നെയാണ് വെച്ചു തരുന്നതെന്നും BJP-യിലേക്ക്, അതായത് കോൺഗ്രസ് നേതാക്കളുടെ BJP-യിലേക്കുള്ള കുത്തൊഴുക്ക് പോലും യഥാർത്ഥത്തിൽ കോൺഗ്രസിലേക്കുള്ള ഒരു വിശ്വാസ്യത പോലും ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കുള്ള കുത്തൊഴുക്ക് അവിടെ നടക്കുന്നുണ്ട്. അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനി കോൺഗ്രസിൽ നിന്നും ജനങ്ങൾ തന്നെ വിജയിപ്പിച്ചു വിടുന്ന മറ്റു നേതാക്കൾ, അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ എത്തുന്ന മറ്റു നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ BJP സർക്കാരിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാനുള്ള ആർജവം കാണിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ അവർ BJP-യിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നും തനിക്ക് ഏറ്റിട്ടുള്ള എല്ലാ കാരണങ്ങളും അല്ലെങ്കിൽ എല്ലാ അവഗണനകളും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ നാളുകളായി താൻ കോൺഗ്രസിൽ അസംതൃപ്തയായിരുന്നുവെന്നായിരുന്നു പത്മജ വേണുഗോപാൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പാർട്ടിയിൽ തനിക്ക് വേണ്ട പരിഗണന ലഭിച്ചിരുന്നില്ല എന്നും അവർ പറഞ്ഞിരുന്നു. പരാതി നൽകിയിട്ടും പരിഹരിച്ചില്ല എന്നാണ് അവർ പ്രധാനമായും വ്യക്തമാക്കിയ കാര്യം. മാത്രമല്ല ഹൈക്കമാൻഡിന് കൊടുത്ത പരാതി ചവിറ്റുകൊട്ടയിൽ ഇട്ടുവെന്നാണ് അറിഞ്ഞതെന്നും അവർ വേദനയോടെ പ്രതികരിക്കുന്നു. മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകരെ ഓർത്ത് വിഷമമുണ്ടെന്നും എന്നാൽ പാർട്ടി അണികൾക്ക് തന്നെ മനസ്സിലാകുമെന്നും പത്മജ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. മാധ്യമങ്ങളോടാണ് പത്മജ ഇക്കാര്യങ്ങളെല്ലാം തന്നെ, അതായത് കോൺഗ്രസിൽ നിന്നും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന എല്ലാ പ്രയാസങ്ങളും അവർ മാധ്യമങ്ങളോടാണ് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ് പാർട്ടിയിലേക്കാണ് താൻ ജനിച്ചത്, അച്ഛൻ മരിച്ചപ്പോഴും പാർട്ടി വിട്ടിരുന്നില്ല, തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് ആരാണെന്ന് കൃത്യമായി തന്നെ തനിക്ക് അറിയാമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നെ തോൽപ്പിച്ചയാളെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി എന്നും അവർ വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ പോലും കഴിയാതായി എന്നും രാഷ്ട്രീയം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ആലോചിച്ചു എന്നെല്ലാം തന്നെ പത്മജ പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയരുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന തന്നെ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ പോലും ഇത്തരത്തിലുള്ള പല വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതായത് പല മുതിർന്ന നേതാക്കളെയും കോൺഗ്രസ് ഇപ്പോൾ അകറ്റി നിർത്തുന്നു, അവരെല്ലാം തന്നെ അവഗണിക്കുകയാണ്. യഥാർത്ഥത്തിൽ പത്മജ പറഞ്ഞതിനെ ഇന്നത്തെ സംസ്ഥാന തലത്തിൽ
പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിൽ അസംതൃപ്തിയുള്ള ഒരുപാട് നേതാക്കളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും പല മുതിർന്ന നേതാക്കളും ഇത്തരത്തിലുള്ള അസഹിഷ്ണുത കോൺഗ്രസിനുള്ളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അവർ മാധ്യമങ്ങൾക്ക് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലും വന്നു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള അവരുടെ വീർപ്പുമുട്ടലുകൾ പങ്കുവെക്കാറുമുണ്ട്. എന്നാൽ ആ വീർപ്പുമുട്ടലുകൾക്കൊന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകാറില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല അവർക്കെതിരെ ശബ്ദമുയർത്താനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് കൃത്യമായി രമ്യതയോടെ പരിഹരിക്കാനുള്ള ഒരു പ്രാപ്തി ഇതുവരെയും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും ഇത്ര വലിയ രീതിയിലുള്ള കൂറുമാറ്റമെല്ലാം തന്നെ സംഭവിക്കുന്നത്. സ്വാഭാവികമായും പ്രത്യേകിച്ചും കേരളത്തെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഇത്ര വലിയ കൂറുമാറ്റത്തിന്റെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതേസമയം തന്നെ ഇതെല്ലാം തന്നെ ഇപ്പോൾ പത്മജയുടെ ഒരു മാറ്റമാണെങ്കിൽ പോലും ഇപ്പോൾ വലിയ ചർച്ചയാകാനുള്ള കാരണം എന്ന് പറയുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. കാരണം മുൻപും കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന അനിൽ ആന്റണി BJP-യിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതും AK ആന്റണി, കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന AK ആന്റണിയുടെ മകൻ കൂടിയായിരുന്ന അനിൽ ആന്റണി BJP-യിലേക്ക് മാറിയപ്പോഴും ചർച്ചയായിരുന്നു. പക്ഷേ ഇതുപോലെ വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള പ്രധാന കാരണം അതൊരു തെരഞ്ഞെടുപ്പ് സമയമായിരുന്നില്ല. ഇതുപോലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളും പ്രചരണങ്ങളും ഒന്നും തന്നെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യമായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ പത്മജയുടെ നീക്കം എന്ന് പറയുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ മുന്നേറ്റം കാഴ്ചവെക്കേണ്ട സമയമാണ്. നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പോലും തിരിച്ചടിയായിക്കൊണ്ട് തന്നെ പത്മജയുടെ ഒരു മാറ്റം വരുന്നത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ മറ്റ് പാർട്ടികൾ അല്ലെങ്കിൽ കോൺഗ്രസിന് എതിരെ ആയുധമാക്കാനായിട്ട് CPM തുനിയുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എന്ന് തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് പത്മജയുടെ ഈ മാറ്റം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ പത്മജയുടെ ഈ മാറ്റത്തിലുണ്ടായ വിഷമം കൊണ്ടോ ആവേശം കൊണ്ടോ ഒരർത്ഥത്തിൽ കോൺഗ്രസ് പിന്നീട് എടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ മണ്ടത്തരങ്ങളായി പോയി എന്ന് വേണം കരുതാനായിട്ട്. കാരണം സ്ഥാനാർത്ഥി പട്ടികയിൽ അടിമുടി മാറ്റവുമായി കോൺഗ്രസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പലയിടങ്ങളിലും കോൺഗ്രസിന് ഏറെ വിജയസാധ്യത ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പോലും പുതിയ സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ട് ഒരു ഭാഗ്യ പരീക്ഷണം എന്നുള്ള പോലെ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ആശങ്കയോ ആകാംക്ഷയോ കൂടി പോയത് കൊണ്ടായിരിക്കാം ഇത്തരമൊരു സ്ഥിതി കോൺഗ്രസിന് വന്നതെന്ന് വേണം കരുതാനായിട്ട്. എന്ത് തന്നെയാണെങ്കിലും എന്താണോ കോൺഗ്രസിന് ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യമെന്നും എന്താണ് കോൺഗ്രസിന് ഇപ്പോൾ നൽകാനുള്ള മറുപടി എന്നുള്ള കാര്യത്തിലും കൃത്യമായ നിലപാട് CPM-നുണ്ട്. അത് തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.